നസ്രിയെ കണ്ടുമുട്ടാൻ വൈകിപ്പോയി. ചില ഷോട്ടുകൾ 50 ടേക്ക് വരെ. കംഫർട്ടിൻ പുറത്ത് സൂക്ഷ്മദർശിനി. ബേസിൽ സംവിധായകനാകാൻ വേണ്ടി മാത്രം സിനിമയിലെത്തിയതായിരുന്നു ബേസിൽ ജോസഫ്. മോഹിച്ചതുപോലെ 10 വർഷത്തിനിടയിൽ 3 സിനിമകൾ സംവിധാനം ചെയ്തു. കുഞ്ഞിരാമായണവും ഗോദയും മിന്നൽ മുരളിയും എക്കാലത്തെയും ഹിറ്റുകളായി മാറി. പക്ഷേ ക്യാമറയ്ക്കു പിന്നിൽ മാത്രമായൊതുങ്ങിയില്ല ആ ബേസിൽ ബ്രില്യൻസ്. താൻ സംവിധാനം ചെയ്ത സിനിമകളിലെ ചെറുവേഷങ്ങൾ അതിമനോഹരമാക്കിയ ബേസിൽ എന്ന തന്റെ കരിയർ ഗ്രാഫിൽ ഇന്ന് 40-ലധികം സിനിമകളും ജനപ്രിയ കഥാപാത്രങ്ങളുമുണ്ട്. കാരക്ടർ റോളുകളും നായകഥാപാത്രങ്ങളും ഒരുപോലെ മികച്ചതാക്കുന്ന ബേസിൽ ജോസഫ് ഇന്ന് വിജയങ്ങളുടെ ഓൾറൗണ്ടറാണ്. ഈ വർഷം അവസാനിക്കാറാവുമ്പോൾ മറ്റൊരു ഹിറ്റുമായി എത്തിയിരിക്കുകയാണ് ബേസിലും ഒപ്പം നസ്രിയയും. ഇരുവരും ആദ്യമായി ഒന്നിച്ചിത്രമാണ് എം.സി. ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി. ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ.വി.എ. പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ, ഷൈജു ഖാലിദ്, എ.വി. അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. സൂക്ഷ്മദർശിനി മാത്രമല്ല, ബേസിൽ നസ്രിയ ടീമിന്റെ പ്രമോഷൻ അഭിമുഖങ്ങൾ വരെ വൈറലായി ഓടുന്നതിന് ബേസിൽ സന്തോഷം പങ്കിടുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന് ഇതിന്റെ കഥ, പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാസ്റ്റിംഗ് കോംബോ. അത് വർക്കൌട്ടായി വന്നപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയി തന്നെ. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ലീഡ് റോളിലെത്തിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒന്നാണ് സൂക്ഷ്മദർശിനി. എന്റെ കംഫർട്ട് സോണിന് പുറത്തു നിൽക്കുന്ന കഥാപാത്രമാണ്. ഈ സിനിമ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണനെ അതാണ്. സൂക്ഷ്മദർശിനി എന്ന പേരിലൂടെ നസ്രിയുടെ കഥാപാത്രത്തെ വിവരിക്കാനാവൂ. എല്ലാം ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരിയുടെ സാഹസികതകളാണ് സിനിമ പറയുന്നത്. നസ്രിയുടെ അയൽവാസിയായി എന്റെ കഥാപാത്രമെത്തുന്നിടത്താണ് കഥയുടെ ഗതി മാറുന്നത്. പിന്നെ അതൊരു ത്രില്ലർ സിനിമയായി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. 90 കിഡ്സ് വീട്ടമ്മമാരായി മാറുമ്പോഴുള്ള രസകരമായ മുഹൂർത്തങ്ങൾ സിനിമ പറയുന്നുണ്ട്. നസ്രിയയ്ക്കൊപ്പം അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ് എന്നിവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട്. ഓഫ് സ്ക്രീനിലെ ഞങ്ങളുടെ കുസൃതിയും അലമ്പുമൊന്നുമല്ല സിനിമയിലുള്ളത്. വ്യത്യസ്തമായ 2 കഥാപാത്രങ്ങളാണ്. പക്ഷേ സിനിമയുടെ പ്രോസസ് വളരെ രസമായിരുന്നു. ഞങ്ങളുടെ സ്വഭാവത്തിൽ സാമ്യതകളേയുണ്ട്. ഒരേ എനർജിയാണ്. തമ്മിൽ കണ്ടുമുട്ടാൻ വൈകിപ്പോയി. എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നു. സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചാണ് നസ്രിയെ ആദ്യമായി കാണുന്നത്. അതുവരെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയും സുഹൃത്തുക്കൾ വഴി പരസ്പരം അറിയുകയും കേൾക്കുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. നിങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് എന്നാടും നസ്രിയയോടും സുഷിനും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനുമൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അതിനുള്ള ശ്രമങ്ങൾ മുൻപ് നടത്തിയിട്ടുമുണ്ട്. സൂക്ഷ്മദർശിനിയിലൂടെ അത് നടന്നു. വ്യക്തിപരമായും അവരവരുടെ വർക്കിനോടുമുള്ള ബഹുമാനം 2 പേർക്കുമുണ്ട്. എങ്കിൽ പോലും ലൊക്കേഷനിലെത്തിയാൽ പരസ്പരം അടിപിടി ബഹളമായിരുന്നു. ഒരു തരത്തിലും മറ്റേയാളെ പ്രോത്സാഹിപ്പിക്കില്ല. എന്ത് ചെയ്താലും നല്ല ബോറായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നു നിന്റെ അഭിനയം എന്നൊക്കെ കളി പറയും. ചിലപ്പോൾ 50 ടേക്ക് ഒക്കെ പോകും. അപ്പോൾ ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു വെറുപ്പിക്കും. പരസ്പരം അപമാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. ചില സിനിമകൾ ചെയ്യുമ്പോൾ വർക്കിന് പോകുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഇന്ന് അവളെ എങ്ങനെ ശരിയാക്കും, അവളുടെ അറ്റാക്കിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഈ ലൊക്കേഷനിലേക്ക് പോകുക. ഞാൻ ഏറ്റവും കംഫർട്ടബിളായി വർക്ക് ചെയ്ത കോ-ആക്ട്രസാണ് നസ്രിയ. കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ആത്യന്തികമായിട്ട് സിനിമ നല്ലതാവണം എന്നു മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ആ സിനിമയ്ക്കു വേണ്ടി പുതുതായി എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാറുണ്ട്. സിനിമ എന്തെങ്കിലും വിഷയം സംസാരിക്കുന്നുണ്ടോ, കഥാപാത്രം വർക്കാവുന്നുണ്ടോ എന്നതിനൊക്കെയാണ് മുൻഗണന. അതല്ലാതെ നായികയുടെ ഇടി വാങ്ങിക്കുന്നുണ്ടോ, ഇമേജിനെ ബാധിക്കൂലേ, ഇതൊന്നും ചിന്തിക്കാറേയില്ല. പിന്നെ എന്റെ മൊത്തത്തിലുള്ള ശരീരഭാഷയും മാനരസവും വെച്ചു നോക്കുമ്പോൾ മസ്കുലിനായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് വർക്കാവില്ല, കോമഡിയായി പോകും. മറിച്ച് ജെ ഹേയിലെ കഥാപാത്രത്തെ പേയാലുള്ളവ ചെയ്യുമ്പോൾ അത് മറ്റൊരു രീതിയിൽ സ്വീകരിക്കപ്പെടും. ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ടു വരുന്നതുകൊണ്ടാണല്ലോ സിനിമകൾ സംഭവിക്കുന്നത്. അങ്ങനെയൊരു സാധ്യത കാണാൻ പറ്റിയാൽ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റിനെപ്പറ്റി ആകുലപ്പെടേണ്ടല്ല എന്ന് തോന്നുന്നു. ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കൂടെയുണ്ട്. മിന്നൽ മുരളിയുടെ ഛായാഗ്രാഹകൻ സമീർ താഹിർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹവും ഷൈജു ഖാലിദും ചേർന്ന് നിർമ്മിക്കാനിരിക്കുന്ന സിനിമ എന്ന നിലയിൽ പല പ്രാവശ്യം സൂക്ഷ്മദർശിനിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ എം.സി.യെയും തിരക്കഥാകൃത്തുക്കളായ ലിബിനെയും അതുലിനെയും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കാലം തൊട്ടേ അറിയും. ഞാൻ ആവേശത്തോടെ നോക്കിക്കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷേ അതിനുശേഷം പല ആർട്ടിസ്റ്റുമാരും മാറിമറിഞ്ഞു വന്നു.
3-4 വർഷത്തിനു ശേഷം അതിലേക്ക് ഞാൻ ആക്ടറായിട്ട് പ്ലേസ് ചെയ്യപ്പെടുകയായിരുന്നു. അതിലെ അഭിനേതാവായി കഥ കേട്ട സന്ദർഭത്തിൽ ആവേശം കൂടി. അതിൽ ഏറ്റവും പുതിയ കാസ്റ്റിംഗായിട്ടാണ് നസ്രിയ വന്നത്. എല്ലാം കൊണ്ടും സൂക്ഷ്മദർശിനി വിശേഷപ്പെട്ടതാണ്. ഇതിനു പിന്നാലെ പ്രാവിൻകൂട് ഷാപ്പ്, മരണമാസ്, പൊന്മാൻ എന്നീ സിനിമകൾ കൂടി റിലീസാവാനുണ്ട്.